Good morning, sir. Yes, good morning. Good morning, sir. Good morning, sir. Good morning. Good morning. Good Leela, morning, sir. good morning. Aishwarya, good morning. Good morning, sir. Yes, Bini Rajiv, good morning. Good morning, sir. Good morning, Jerusha, sir. good morning. Roshini, good morning. Good morning, sir. Okay, Rija, good morning. ഓണമെല്ലാം ആഘോഷപരമായിട്ടൊക്കെ തീർത്തോ? Yes, sir. ഓക്കെ, തീർത്തു, sir. വീണ്ടും അല്ലേ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് വീണ്ടും വന്നു അല്ലേ? അങ്ങനെ കഥ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ കഥ? ഇല്ലെന്നാണ് ഉണ്ടെന്നാണ്? ഇല്ല, sir. ഇല്ല അല്ലേ? അതായത് ഒരു എലി എലി പെണ്ണെലി ആ പെണ്ണെലിക്ക് ഒരു ആഗ്രഹം. അതൊരു പാറയുടെ അടിയിലാണ് താമസിക്കുന്നത്, വലിയ പർവ്വതത്തിന്റെ അടിയിൽ. അപ്പൊ ആഗ്രഹം, ഏറ്റവും ശക്തനായ ഒരു മനുഷ്യൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഒരു കഥയാണ് ആരാണ് ഏറ്റവും വലിയ ശക്തനെന്ന് ഇങ്ങനെ ചിന്തിച്ച് പോയി. ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി സൂര്യനാണ് ഏറ്റവും വലിയ ശക്തി. കാരണം സൂര്യൻ ഭയങ്കര കത്തിച്ചൊരിക്കുന്നു, അത് ഇതെന്നൊക്കെ പോയപ്പോ മൂഷിക സ്ത്രീ സൂര്യന്റെ അടുത്ത് എന്നിട്ട് പറയുന്നു, ഞാൻ അന്വേഷിച്ചതിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ശക്തി, അപ്പൊ അതുകൊണ്ട് എന്നെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് മൂഷിക സ്ത്രീ പറയാണ്. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ല, അതിന് വേറൊരു ഇതുണ്ട്. ഈ മൂഷികം തപസ് ചെയ്തിട്ട് നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ്. സുന്ദരിയായ പെൺകുട്ടിയായെങ്കിലാണ് ശക്തനായ കല്യാണം കഴിയുമ്പോൾ മൂഷിക സ്ത്രീ എന്ത് ചെയ്തു, സുന്ദരിയായ പെൺകുട്ടി അതിന് ശേഷമാണ് സൂര്യന്റെ അടുത്ത് വരുന്നത്. അപ്പൊ സൂര്യൻ പറയും, ഞാൻ ശക്തനൊക്കെയാണ് സമ്മതിച്ചു, പക്ഷെ എന്റെ ശക്തിയേക്കാളും കൂടുതൽ ശക്തിയുള്ളത് മേഘത്തിനാണ്. കാരണം ഈ മേഘം വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ മറച്ചു കളയാൻ പറ്റും. ഭൂമിയിലേക്കുള്ള പ്രകാശം അത് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ശക്തനല്ല, എന്നേക്കാൾ ശക്തൻ മേഘമാണ്. അതുകൊണ്ട് മേഘത്തിന്റെ അടുത്ത് പോയി ചോദിക്കാൻ പറയും. അപ്പൊ അങ്ങനെ മേഘത്തിനെ കാണുന്നു, മേഘത്തിനോട് ചോദിക്കുന്നു, നീയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ അറിഞ്ഞു, അപ്പൊ അതുകൊണ്ട് നീ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നു. അപ്പൊ മേഘം പറഞ്ഞു, ഞാൻ ശക്തനൊക്കെയാണ്, പക്ഷേ ഞാനിങ്ങനെ സൂര്യനെ പോലും മറച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാറ്റടിച്ചാൽ ഞാൻ പറന്നു പോകും. പിന്നെ എനിക്ക് എന്റെ നിയന്ത്രണത്തിലല്ല, കാറ്റാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാനല്ല ശക്തൻ, എന്നേക്കാളും ശക്തൻ ആരാണ്? എന്നേക്കാളും ശക്തൻ കാറ്റാണ്. അതുകൊണ്ട് കാറ്റിനോട് പറയൂ എന്ന് പറഞ്ഞിട്ട് മേഘം കൈവഴിയും. അങ്ങനെ ഈ സ്ത്രീ വീണ്ടും കാറ്റിന്റെ അടുത്ത് വന്ന് കാറ്റിനോട് പറയുന്നു, യെസ്. അപ്പോ കാറ്റ് പറയും, ഞാൻ ശക്തനൊക്കെയാണ്, മേഘത്തിനൊക്കെ പറക്കാൻ എനിക്ക് സാധിക്കും, പക്ഷെ ചില പർവ്വതങ്ങളുണ്ട്, ആ പർവ്വതങ്ങള് എന്റെ ശക്തിയെ ക്ഷയിപ്പിക്കും, അല്ലെങ്കിൽ എന്റെ കാറ്റിനെ അവർ തടഞ്ഞു നിർത്തും. അപ്പൊ അത്രയും ശക്തമായ കാറ്റ് ഞാൻ അടിച്ചു കഴിഞ്ഞാലും ചില പർവ്വതങ്ങൾ എന്നെ തടഞ്ഞു നിർത്തും. അപ്പൊ അതുകൊണ്ട് ഞാനല്ല ശക്തൻ, പർവ്വതങ്ങളാണ് ശക്തൻ എന്ന് പറയുന്നു. അങ്ങനെ ഈ സ്ത്രീ വീണ്ടും എന്ത് ചെയ്യണം, പർവ്വതത്തിന്റെ അടുത്ത് പറയണം. പർവ്വതത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ അന്വേഷിച്ചതിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ശക്തൻ എന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. അപ്പൊ പർവ്വതം പറയും, ഞാൻ ശക്തനൊക്കെയാണ്, സമ്മതിച്ചു, എത്ര കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ എനിക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും, പക്ഷേ ഇത്രയുമെല്ലാം തടഞ്ഞു നിർത്തുന്ന ഞാൻ എന്റെ അടിവേര് മാന്തുന്ന കുറച്ച് എലികളുണ്ട്, അവരാണ് എന്നെക്കാളും ശക്തി. ഞാൻ മുകളിൽ കാറ്റിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ എന്റെ അടിവേര് പോലും മാന്തിയെടുക്കുന്ന ശക്തമായ മാളങ്ങൾ ഉണ്ടാക്കുന്ന എലികളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആ പെൺകുട്ടി എലിയുടെ അടുത്ത് വരികയാണ്. ഇത് എലിനോട് പറയുന്നത്, നിങ്ങളാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് ഞാൻ അറിഞ്ഞു, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് പറയുന്നു. അപ്പൊ എലി സമ്മതിച്ചു, പക്ഷെ എനിക്കൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല, നീ ഒരു പെണ്ണെലി ആയിരുന്നെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചേനെ. അങ്ങനെ ഈ സുന്ദരിയായ പെൺകുട്ടി വീണ്ടും പഴയതുപോലെ മൂഷിക സ്ത്രീയായിട്ട് മാറുന്ന ഒരു കഥ ഉണ്ടായിരുന്നു പണ്ട് സ്കൂളുകളിൽ പഠിക്കാൻ. അതാണ് കഥ. യെസ്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്.
തിരക്കുകളൊക്കെ കഴിഞ്ഞു, ഓണം കഴിഞ്ഞു, വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? മൂഷിക സ്ത്രീ, വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറയുന്ന കഥയിൽ വന്ന പോലെ വീണ്ടും പുതിയ പുതിയ തിരക്കുകളിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഓണം വളരെ മനോഹരമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ പാഠഭാഗത്തേക്ക് കിടക്കി. ഇനി ഒരു പക്ഷേ അധിക നാൾ നമ്മൾ തമ്മിൽ കണ്ടൊന്നും വരില്ല, കാരണം നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു ക്ലാസ്സുകളൊക്കെ തീർക്കാനായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിനി അധിക നാൾ കണ്ട് മിക്കവാറും ചിലപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഫ്രൈഡേ ഞാൻ തന്നെ ഇരിക്കാനും സാധ്യത. ഫ്രൈഡേയും ഞാൻ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് നിന്ന് കേട്ടത് വേറൊരു സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്നൊരു വാചകം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒരു ടെൻസ്, അതിന്റെ അകത്ത് ഒരു വെർബ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഇൻവെർട്ടഡ് കോമയുടെ പുറത്തും ഒരു വെർബ് ഉണ്ടാവും. ഞാനൊക്കെ പഴയതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യണം, കാരണം ശരത്വരട്ടിയിലും അതിനോടൊപ്പം തന്നെ ചിപ്സിലും നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചിൽ പക്ഷെ മുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും എടുത്ത് മുകളിൽ വെക്കണം ഫയൽ. ഇതുവരെ ആരും വന്നില്ലല്ലോ പക്ഷെ ഇന്ന് പ്രേരുണ്ടോ? ഓക്കെ സാർ, ഞാൻ സാർ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞോണ്ട് പിന്നെ hello sir, let me do the prayer. Yes, you may do. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എങ്ങും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു സർ. Okay, welcome. Any thought of the day? Sir, yeah. Good morning, sir. Good morning, all. Today's quote is, "Every day is a second chance." It means this quote reminds us that we can always start fresh and make positive changes. Thank you, sir. Okay. Have a good day. Okay. Thank you, Fatima. Thank you. പാട്ട് പഠിക്കാൻ പോയാ? എന്താ സാർ? ഓക്കെ. വിളിച്ചേ. ഓക്കെ. വെരി ഗുഡ്. പാട്ട് നന്നായിരുന്നു. ഇനി സൈനിങ് ഓൺ ഉണ്ടോ? നോ സർ. ഓക്കെ, അപ്പൊ ഷാൽ ഐ കണ്ടിന്യൂ? യെസ്. ഓക്കെ അമൃത. യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ്. റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ നോക്കുമ്പോൾ അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ടെൻസിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് ഓർത്തിരിക്കണം. സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് വരെയുള്ള, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള ടെൻസ് പറഞ്ഞതിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കണം. എങ്കിലും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന വാചകത്തിൽ ഒരു വെർബ് ഉണ്ടാവും, ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വാചകത്തിൽ ഒരു വെർബ് ഉണ്ടാവും. പുറത്തുള്ള വെർബിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് ഏതാണെന്ന് നോക്കണം. സെഡ് എന്നാണെങ്കിൽ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിലൊക്കെ വേറെ രീതിയാണ്. അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ഇതാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. ആ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആവുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇനി ഞാനതൊന്ന് മാറ്റി പിടിക്കുകയാണ്. യെസ്. അപ്പൊ നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ബുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എഴുതി ഷീ സെഡ് ഐ ലവ് ഇന്ത്യ. അപ്പൊ ഷീ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെഡ് പാസ്റ്റ് ടെൻസ് ആണ്. അതവിടെ നിൽക്കട്ടെ. ഐ ലവ് ഇന്ത്യ. ഐ ലവ് ഇന്ത്യ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റും പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസും ഐ ലവ് ഇന്ത്യ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പോ ഷീ ടോൾഡ് ദാറ്റ് ഷീ ലവ്ഡ് ഇന്ത്യ. LOVED ലവ്ഡ് ഇന്ത്യ എന്ന് മാറ്റണം. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതിലേക്ക് നമുക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു വശത്ത് ഡയറക്റ്റ്, അടുത്ത സ്ഥലത്ത് ഇൻഡയറക്റ്റ്, രണ്ട് സ്ഥലത്തായിട്ട് ഹെഡിങ് എഴുതും. ആ ബുക്കിന്റെ ഒരു സ്ഥലത്ത് ഡയറക്റ്റ്, കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇപ്പുറത്തെ വലതുവശത്ത് ഇൻഡയറക്റ്റ്. ഓക്കെ. എന്നിട്ട് ഡയറക്റ്റിന്റെ കീഴിൽ നൗ, NOW നൗ. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് കുറച്ച്. NOW നൗ. നൗ എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ then എന്ന് മാറ്റണം. THEN then എന്ന് മാറ്റണം. അടുത്തത് ടുഡേ. ഡയറക്റ്റിന്റെ കീഴിൽ ടുഡേ. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നാണ്. ദാറ്റ് ഡേ എന്ന് മാറ്റണം. ഇനി അടുത്തത് യെസ്റ്റർഡേ. സാർ ഒന്നുകൂടെ ഒന്ന് പറയോ? ക്ലിയർ ആയില്ലായിരുന്നു ആദ്യം. ഓക്കെ. മൂന്നാമത്തെ എഴുതിക്കോ. യെസ്റ്റർഡേ. ഞാൻ പറയാം കേട്ടോ. യെസ്റ്റർഡേ ഒരു ഹൈഫൺ ഇട്ടിട്ട് ഇൻഡയറക്റ്റിന്റെ കീഴിൽ ദ പ്രീവിയസ് ഡേ. ഓക്കെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ മൂന്നെണ്ണം ഇനിയുണ്ട്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ. ഏറ്റവും ആദ്യം നൗ, then ആക്കി മാറ്റണം. ടുഡേ, ദാറ്റ് ഡേ ആക്കി മാറ്റണം. യെസ്റ്റർഡേ, ദ പ്രീവിയസ് ഡേ ആക്കി മാറ്റണം. ദ പ്രീവിയസ് ഡേ. ഇത് കിട്ടിക്കാണുമല്ലോ. യെസ്. യെസ്റ്റർഡേ കഴിഞ്ഞിട്ട് യെസ്റ്റർഡേക്ക് മുമ്പായിരുന്നു ടുഡേ. ടുഡേ ദാറ്റ്. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ. പ്രീവിയസ് ഡേ. PREVIOUS പ്രീവിയസ് ഡേ. DAY. ഓക്കെ. ഇനി അടുത്തത് ടുമാറോ. TOMORROW ടുമാറോ. ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്ന് മാറ്റി. ദ നെക്സ്റ്റ് ഡേ. ഇനി ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച എന്നൊരു വാചകമുണ്ട്. ലാസ്റ്റ് വീക്ക്. WEEK വീക്ക്. ലാസ്റ്റ് വീക്ക് ഒരു ഹൈഫൺ ഇട്ടിട്ട് രണ്ട് രീതിയിലായിട്ട് മാറ്റാം. ഒന്നുകിൽ ദ പ്രീവിയസ് വീക്ക്, കോമ വേറൊരു രീതിയിൽ കൂടി മാറ്റാം. അതുകൂടി എഴുതിട്ടോ. ദ വീക്ക് ബിഫോർ. വീക്കിന്റെ സ്പെല്ലിംഗ് WEEK ആയിരിക്കണം കേട്ടോ. മറ്റേ വീക്ക് ശോഷിച്ചെന്നാണ്. ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് വീക്ക്. NEXT. ഡയറക്റ്റിന്റെ ഇടയിൽ നെക്സ്റ്റ് വീക്ക് ഒരു ഹൈഫൺ ഇട്ടിട്ട് ദ ഫോളോയിങ് വീക്ക് എന്ന് മാറ്റി. ദ ഫോളോയിങ് വീക്ക്. ഓക്കെ. അടുത്തത് എഗോ. AGO. എഗോ എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ അതിന് രണ്ട് രീതിയിൽ മാറ്റാം. ഒന്നുകിൽ ബിഫോർ, BEFOR ബിഫോർ, കോമ ഏർലിയർ, EARLIER. സാർ ഒന്നുകൂടെ. ബിഫോർ. എഗോ എന്നുള്ളത് ബിഫോർ അല്ലെങ്കിൽ ഏർലിയർ എന്ന് മാറ്റുക. ബിഫോർ അല്ലെങ്കിൽ ഏർലിയർ. അടുത്തത് ഹിയർ. HERE ഹിയർ. ഹിയർ എന്നുള്ള വേർഡ് റിപ്പോർട്ട് സ്പീച്ചിലോട്ട് വരുമ്പോൾ ദയർ എന്ന് മാറ്റണം. THERE ദയർ. നെക്സ്റ്റ് ദിസ്. THIS ദിസ് എന്നുള്ളത്
ദാറ്റ് എന്ന് മാറ്റണം. THAT, ദാറ്റ്. അടുത്തത് these, THESE, these. അത് those എന്ന് മാറ്റണം. THOSE, those. ഓക്കെ. ഇനി അതിന്റെ അടിയിൽ ഒരു 2-3 ലൈൻ എഴുതാൻ സ്ഥലം കിട്ടോ? ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുമ്പോൾ അതിന്റെ അടിയിൽ ചേർത്ത് കൊടുക്കും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അതൊന്ന് മനസ്സിലായാൽ മതി. ഇനി നമുക്ക് വീണ്ടും വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇവിടെ ഞാനൊരു വാചകം പറയുകയാണ്, നിങ്ങൾ അതൊന്ന് എഴുതുക. മനസ്സിലാവാൻ വേണ്ടി നേരത്തെ പറഞ്ഞ വാചകം തന്നെ പറയുകയാണ്. ഷീ സെറ്റ് എഴുതിക്കും. ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് ഐ ലൗഡ്, LOVED, ലൗഡ് ഇന്ത്യ. ഐ ലൗഡ് ഇന്ത്യ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. യെസ്, തനുജ. യെസ് സർ. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ തനുജ? നന്നായിരുന്നു സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ തനുജ, ഈ ഐ ലൗഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസുകളിൽ ഏത് ടെൻസിന് വരുമെന്ന് പറയാൻ പറ്റുമോ? സിമ്പിൾ പ്രസന്റ്. ഒന്നുകൂടി ആലോചിക്കും. ഐ ലൗഡ് ഇന്ത്യ, LOVED ഉണ്ട്. ഒന്നുകൂടി ചിന്തിക്കാം. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. അപ്പൊ കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഇപ്പോ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു പക്ഷെ ചിന്തിച്ചു പോകും, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ് തന്നേക്കണെങ്കിൽ സിമ്പിൾ പ്രസന്റിലേക്കായിരിക്കും മാറ്റേണ്ടത് എന്നൊരു പക്ഷെ ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കരുത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കി പോണത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. If the given sentence is simple present, change it to simple past. If the given sentence is simple past, change into past perfect. അങ്ങോട്ട് മാറ്റി എഴുതണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്. പാസ്റ്റ് പെർഫെക്റ്റ്. റീജ, ഐശ്വര്യ ഗയം. ഓക്കെ, അപ്പൊ ഐശ്വര്യ, ഈ പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടാവും നോക്കിയേ. ഒരു മിനിറ്റ് സാർ, ഞാൻ ഒന്നും മറിച്ചു പോയിക്കോട്ടെ അല്ലേ? ഇതല്ലേ ഉദ്ദേശിച്ചത്? യെസ്, പറഞ്ഞോളൂ. Subject plus had plus past form of V3. Correct, very good. Subject plus had plus verb, ആ വെർബിന്റെ പാസ്റ്റ് പെർസൺ ഇങ്ങോട്ട് മാറ്റി ഈ ടെൻസിലേക്ക് മാറ്റിയത്. യെസ്, ഓക്കെ, അങ്ങനെയാണ് അത് മാറ്റിയത്. അപ്പൊ നമുക്ക് പറയാം, ബാക്കിയുള്ള നിയമങ്ങളില്ലേ? ഐ എന്നുള്ളത് ഷീസ് അല്ലെങ്കിൽ ഹെയർ എന്നാവും, യു എന്നുള്ളത് ഐ അല്ലെങ്കിൽ ബി, അങ്ങനെയൊക്കെ പറഞ്ഞില്ല. അതൊക്കെ കോമൺ, അതൊക്കെ റെഡി, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ. പക്ഷെ ടെൻസ് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റോട്ട് മാറ്റിയത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു, സിമ്പിൾ പ്രസന്റ് തന്നിരിക്കുകയാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റാം. സിമ്പിൾ പാസ്റ്റ് തന്നിരിക്കണമെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാം. യെസ്, ദേവേശ്വർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി. ഷീ സെറ്റ് ഐ ലവ്ഡ് ഇന്ത്യ എന്നുള്ളതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ പകുതി സഹായിക്കാം. ഷീ ടോൾഡ് ദാറ്റ്. എന്റെ ഭാഗം കഴിഞ്ഞിരുന്നു. കഴിഞ്ഞിരുന്നു. She had loved India. Very good. Correct. She told that she had loved India. അപ്പൊ എന്തുകൊണ്ട് അവിടെ നമ്മൾ ഹാഡ് വെച്ചു? ഗിവൺ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എവിടെയെങ്കിലും കുറിച്ചിട്ടുള്ള സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കണമെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റിയിരിക്കൊള്ളണം. നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടേതായ രീതിയിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ സിമ്പിൾ അല്ലേ? വെരി 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 സിമ്പിൾ. അടുത്ത വാചകം പറയാം. എനിക്ക് they said
we built a new house. We built a new house. Yes. അടുത്തത് Remani said. Remani said. I drank a cup of tea, T-E-A, tea, today. I drank a cup of tea today. Okay, രണ്ടെണ്ണോളൂ എഴുതിക്ക്, സ്വന്തമായിട്ട് എഴുതിക്കോളൂ. ഓക്കെ ഐശ്വര്യ, ഐശ്വര്യ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ കൂടി ഫിനിഷ് ആക്കാം. ഗ്രീഷ്മ ഫിനിഷ് ചെയ്തു. മേഘന ഫിനിഷ് ചെയ്തു. അമൃത ഓക്കെ. യെസ്, വെരി സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ പറയാം. ബിനി രാജീവ്. Sir, ആദ്യത്തെ question They said we built a new house. പറയൂ. ആദ്യത്തെ question എനിക്ക് കിട്ടിയില്ല സാർ, ഞാൻ നോക്കിയില്ല അത്. യെസ്, എന്നാ രണ്ടാമത്തെ റെഡിയാണോ? രണ്ടാമത്തെ എഴുതി. രണ്ടാമത്തെ എഴുതി. അന്ന് അവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. അമൃത ആദ്യത്തെ വായിക്കും. Okay, sir. They said we built a new house. They told that they built a new house. കയ്യിന്ന് പോയല്ലോ അമൃത, ഒന്നുകൂടി നോക്കിയേ. സാർ ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്. അമൃത കയ്യിന്ന് പോയി, ഒരു ചെറിയൊരു അസുഖം കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി നോക്കിയേ. പറയട്ടെ ഗ്രീഷ്മ. സാർ ഞാൻ പറയട്ടെ. പറഞ്ഞോ They ഗ്രീഷ്മ. told that they had built a new house. അമൃത ഹാഡ് എഴുതാൻ വിട്ടുപോയി. ഹാഡ് പറഞ്ഞ് എഴുതാൻ വിട്ടുപോയതാണ്, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോ ഹാഡ് വന്നില്ല. യെസ്, വിട്ടുപോയതാ സാർ. അത് സ്വന്തമായിട്ട് ആലോചിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് നിർത്തിയത്.
നമുക്ക് തെറ്റ് പറ്റിയത് നമ്മൾ തന്നെ കണ്ടുപിടിക്കൂലേ, അത് കുഴപ്പമില്ല. നേരെ മറിച്ച് ഞാൻ പറയാതെ നിങ്ങളെ കണ്ടുപിടിക്കുമ്പോ അത് തെറ്റ്, നമ്മൾക്ക് പറ്റിയ തെറ്റ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, അത് നമ്മുടെ കഴിവാണ്. യെസ്, ഓക്കെ. അപ്പൊ ഹാഡ് ചേർക്കാൻ വിട്ടുപോയി, അതാണ് ആ പ്രശ്നം പറ്റിയത്. അപ്പോ the answer, they said that they had built a new house. നീ വായിച്ചു, പിന്നെ രണ്ടാമത്തെ വായിച്ചു. നേരത്തെ രണ്ടാമത്തെ വായിക്കാന്ന് പറഞ്ഞാൽ ബെറ്റർ. ഓക്കെ. Remini said, I drank a cup of tea today. Yeah. Remini told that Abraham had a cup of tea that day. ഒന്നുകൂടി പറഞ്ഞേ. Remini told that Abraham had a cup. ആൻസർ മതി, ചോദ്യം ഓക്കെ, ആൻസർ മാത്രം വായിക്കും. Remini told that Abraham had a cup of tea that day. ഇന്ന് പോയിട്ടുണ്ടല്ലോ ബിനി, ചെറിയൊരു അശ്രദ്ധ പറ്റിയിട്ടുണ്ടല്ലോ. ഒന്നുകൂടി നോക്കി, എവിടെയാണ് പറ്റിയേക്കണേ, സ്വയം കണ്ടുപിടിക്കാൻ പറ്റും നോക്കി. ജ്യോതിലക്ഷ്മി. Had been. ഓ, അങ്ങനൊന്നും വേണ്ട. Remini told that Abraham had been a cup of tea that day. രമണി പറയുന്നു. ആ രമണി പറയുന്നത് കേൾക്കുന്ന ബിനി ചെന്നിട്ട് വേറെ ആളോട് പറയുന്നു, അമൃതനോട് പറയുന്നു. അപ്പൊ എങ്ങനെ പറയുമെന്ന് ചിന്തിക്കും. രമണി പറഞ്ഞു അവൾ ഒരു കപ്പ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. She had. ഒന്ന് ആലോചിക്കും ബിനി. Okay, sir. ആ ലെവലിൽ പിടിക്കും. യെസ്. ജ്യോതിലക്ഷ്മി, അറിയൂ റെഡി? സർ പറഞ്ഞോളൂ. ആൻസർ മാത്രം പറഞ്ഞാൽ മതി സർ. ആൻസർ മാത്രം മതി. Remini told that she had drink a cup of tea that day. ചെറുതായിട്ട് കയ്യിൽ പോയിട്ടുണ്ട്, ഒരു വേർഡ് മിസ്സായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചിന്ന മിസ്റ്റേക്ക്. സാർ ഞാൻ പറയട്ടെ. ഓക്കെ, ശരിയാ, പറഞ്ഞോളൂ. Remini told that she had drunk a cup of tea. ഡ്രങ്ക് വരുള്ളൂ. നോക്കിയേ, ഹാഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്? വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. ഡ്രിങ്ക് എന്നാ പറഞ്ഞത് കേട്ടോ. യെസ്, അതാണ് പറ്റിയത്. ഓക്കെ, ഡ്രങ്ക് എന്നാണ് എഴുതി വെച്ചേക്കണെങ്കിൽ യു ആർ റൈറ്റ്. ഞാൻ ചിന്തിച്ചു ജ്യോതിക്ക് അങ്ങനെ തെറ്റ് പറ്റാൻ വഴിയില്ലല്ലോ എന്ന്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞപ്പോ ഡ്രിങ്ക് എന്നാ പറഞ്ഞത്. ഹാഡ് വരുമ്പോ പിന്നെ മൂന്നാമത്തെ ഫോം. നമ്മുടെ ലൗഡ് എന്ന് പറഞ്ഞപ്പോ അത് തന്നെ വരാൻ കാരണം പാസ്റ്റ് പാർട്ടിസിപ്പിളും ലൗഡ് തന്നെ ആയതുകൊണ്ടാണ്. യെസ്, അപ്പൊ ഇവിടുത്തെ ആൻസർ ഐശ്വര്യ, വൺസ് അഗൈൻ യു മേ റീഡ്. Remini told that she had drunk a cup of tea that day. ദാറ്റ് ഡേ. അപ്പൊ ടുഡേ എന്നുള്ളത് മാറ്റി നമ്മൾ ദാറ്റ് ഡേ എന്നാക്കി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ വളരെ എളുപ്പമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് കൂടാണ്ട് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. യെസ്, ഓക്കെ. അപ്പൊ എളുപ്പമുള്ളവർ വീണ്ടും പറയണം. എഴുതിക്കോ. ഷീ സെറ്റ്. ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് I bought, BOUGHT, I bought a gold chain. I bought a gold chain for my daughter. DAUGHT, for my daughter. Inverted comma close here. അടുത്തത് he said. He said. ഇനി ഇവിടെ കോമഡാകത്ത് യു സ്റ്റഡീഡ്, STUDIED, യു സ്റ്റഡീഡ് English without the help of your teacher. Without the help of your teacher. Understand, sir? He said. സർ ഹി ആണോ ഷീ ആണോ? He, he, he said.
ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്തായിരിക്കും ഐ waited, WAITED, waited 2 hours, TWO, 2 hours for you. Inverted comma close here. I waited 2 hours for you. Okay, 3 ഉണ്ട് എഴുതിക്കോളൂ. ചിന്തിച്ച് എഴുതുക. ഞാൻ നേരത്തെ വിനീനോട് പറഞ്ഞ പോലെ ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെന്ന് പറയുമ്പോൾ എങ്ങനെ പറയുമെന്ന് മനസ്സിലൊന്ന് ആലോചിക്കുക. കറക്റ്റ്. ഗ്രീഷ്മ ഫിനിഷ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അമൃത ഫിനിഷ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. റോഷിനി ഫിനിഷ് ചെയ്തു. വെരി ഗുഡ്. ഓക്കെ, ജെറുഷ, മേഘന. ഓക്കെ 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 ഓക്കെ. ജെറുഷ ആദ്യത്തെ വായിക്കും. ആദ്യം ചോദ്യം വായിക്കും. Okay, sir. Then answer. Okay, sir. Okay, very good, very good. She said, so like that. Ah. She said, I bought a gold chain for my daughter. Ah. She told that she had bought a gold chain for her daughter. Very good, correct, correct. Very good, very good. ആ മൈ എന്നുള്ളത് ഹെർ എന്ന് മാറും. നോക്കി, അവള് പറഞ്ഞു ഞാൻ എൻ്റെ മകൾക്ക് ഒരു ഗോൾഡ് ചെയിൻ വാങ്ങി. അത് കേൾക്കുന്ന ആള് വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവള് പറഞ്ഞു അവളുടെ മകൾക്ക് അല്ല ഒരു ഗോൾഡ് ചെയിൻ വാങ്ങി. ആൻസർ ഇതാണ്. ഷീ ടോൾഡ് ദാറ്റ് ഷീ ഹാഡ് ബോട്ട്, BOUGHT, പാസ്റ്റ് പാർട്ടിസിപ്പിളും ബോട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് പറയാൻ കാരണം. എ ഗോൾഡ് ചെയിൻ ഫോർ ഹെർ ഡോട്ടർ, ഫോർ ഹെർ ഡോട്ടർ. ഇൻവെർട്ടഡ് കോമ പിന്നെ വേണ്ട, ഇൻവെർട്ടഡ് കോമ ഒഴിവാക്കണം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം, നമുക്ക് കറക്റ്റ് ചെയ്യാം. റോഷിനി അടുത്ത് വായിക്കും. Yes, sir. He said, you studied English without the help of your teacher. Ah. He told that
I study English without the help of my teacher. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവൻ പറഞ്ഞു, വേറെ ആളെ നോക്കിയിട്ടാണ് പറയുന്നത്, നീ നിന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പൊ ആരോടാണ് പറഞ്ഞത്? അയാൾ ചെന്ന് വേറെ ആളോട് പറയുന്നത് പറയും. അവൻ പറഞ്ഞു, ഞാൻ എന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പൊ Sir, യുവർ one doubt is there. I had studied വരൂല അവിടെ? ഹാഡ് Okay. എന്തോ ഐ ഹാഡ് സ്റ്റഡീഡ്. ഐ ഹാഡ് സ്റ്റഡീഡ്, ഐ ഹാഡ് സ്റ്റഡീഡ് അങ്ങനെയല്ലേ റോഷിനി വായിച്ച്? അല്ല. അല്ല സർ. റോഷിനി എങ്ങനെ വായിച്ചെന്ന് പറഞ്ഞേ? റോഷിനി പോയെന്ന് തോന്നുന്നു. റോഷിനി I studied English അത്രേ പറഞ്ഞുള്ളൂ സർ. ഐ ഹാഡ് സ്റ്റഡീഡ്. സോറി എന്റെ മനസ്സിലോട്ട് വന്നില്ല. ഓക്കെ, ഐ ഹാഡ് സ്റ്റഡീഡ്. ഐ ഹാഡ് സ്റ്റഡീഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആവാം. ഓക്കെ. ആര്യ മൂന്നാമത്തെ വായിച്ചോ. He said, I wait 2 hours for you. ആ, He thought I wait. He thought he told that. he told that I waited 2 hours for you. ആ ഐ എന്നുള്ളത് എന്താക്കി മാറ്റി? എന്താണ്? ആ ഐ എന്നുള്ളതിന് പകരം അവിടെ എന്താക്കി മാറ്റി? He thought that. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ലൈവ് തന്നെ. ഈ ടോൾഡ് ദാറ്റ് അത്ര വരെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഉള്ള വേർഡ് ഏതാണ്? Wait. ഓ, അതിനിടക്ക് ഒരു മിസ്സിങ് പറ്റിയിട്ടുണ്ടല്ലോ. ആര്യ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചേ. He thought that for ഓക്കെ. ആലോചിക്കുക, ശ്രദ്ധിക്കും. ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമത്തെ ഒന്ന് വായിച്ചേ. Question വായിക്കണം sir. വേണ്ട, ആൻസർ മതി. He told that he had waited 2 hours for me. വെരി ഗുഡ്. നോക്കിയേ ആര്യ, അവൻ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി 2 മണിക്കൂർ കാത്തു നിന്നു. അതൊരാളെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കാത്തത്? അയാളെ നോക്കിയിട്ടല്ലേ പറയണത്. അപ്പൊ അയാള് വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവൻ പറഞ്ഞു, അവൻ എനിക്ക് വേണ്ടി 2 മണിക്കൂർ കാത്തു നിന്നു. യെസ്. അപ്പൊ എന്ത് പറയും? he told that he had waited, waited 2 hours for me. എനിക്ക് വേണ്ടി, for me. ഓക്കെ, സിമ്പിൾ അല്ലേ? വെരി ഗുഡ്. യെസ്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിന്റെ രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അല്ല ജെറൂഷ, ഐ വെയിറ്റഡ് എന്നല്ല പറഞ്ഞത്. ഐ അല്ല, ഹി വെയിറ്റഡ്. അയാൾ പറയുമ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞത്. ഞാൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹി ആയിട്ട് മാറും, അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും. യെസ്. Sir, അവള് രണ്ടാമത്തെയാ ചോദിച്ചത്. You studied English without the help of your teacher. അതിന്റെയാ പറഞ്ഞ. അതിന്റെയാണ് പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞ he said. അപ്പൊ I had studied. സാറേ he said മറ്റേ വെയിറ്റിംഗ് ഫോർ യു അതെങ്ങനെ വരുന്നേ? ഒന്നുകൂടി പറഞ്ഞേ. He said I waited 2 hours for you ഇല്ല, അതെങ്ങനെ വരുന്നു? For you എങ്ങനെയാണ് വരുന്നത്? For you നേരിട്ട് പറയുമ്പോ ആര്യ, ഞാൻ ആര്യയോട് പറയാണ്, അവിടുത്തെ ഹി ഞാനാണ്. ഞാൻ ആര്യയോട് പറയാണ്, ഐ വെയിറ്റഡ് 2 hours for you. ഞാൻ ആര്യക്ക് വേണ്ടി 2 മണിക്കൂറുടെ കാത്തു നിന്നു. ആര്യ അത് ഫാത്തിമയോട് പറയുമ്പോ എങ്ങനെ പറയും? പറയണം. അപ്പൊ ഐ വെയിറ്റ് 2 hours. മലയാളത്തിൽ പറഞ്ഞാൽ മതി. സാറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരംഭിക്കും. മലയാളത്തിൽ പറഞ്ഞു ഫാത്തിമയോട് ഞാൻ എന്ത് ഒന്ന് വിട്ടുപോലെ കറക്റ്റ് ആയിട്ട് പറയാം. സാറ് പറഞ്ഞു ആര്യ ഫാത്തിമയോട് പറയാണ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. വേറെ വഴിക്കൊക്കെ പോണേ. ആര്യ ഞാൻ ആര്യയോട്, നമ്മൾ 2 പേരും ഉള്ളൂ, വേറെ ആരും ഇല്ല. നമ്മൾ നല്ല ഡിസ്കസ് ചെയ്യപ്പോ ഞാൻ ആര്യയോട് പറയാണ്,
ആര്യ, ഞാൻ 2 മണിക്കൂർ ആര്യക്ക് വേണ്ടി കാത്തു നിന്നു. ഓക്കെ 2 മണിക്കൂർ ആര്യക്ക് വേണ്ടി കാത്തു നിന്നു. 2 Okay. മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആര്യ വന്നിട്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് പോയി. അവിടെ നിൽക്കട്ടെ. ഈ ആ. സംഭവം പിറ്റേ ദിവസം ഫാത്തിമിനോട് പറയാണ്. ഞാൻ ചെന്നപ്പോൾ സാറ് പറഞ്ഞു എന്ന് പഠിച്ചു കൊടുത്തു. ഞാൻ ഫാത്തിമയോട് പറയാണ് ഞാൻ ഫാത്തിമയോട് പറയുന്നുള്ളത് വിട്. ഫാത്തിമയോട് നേരിട്ടേ പറയണേ. അപ്പൊ ഫാത്തിമ എന്നുള്ളത് പറയണ്ട. ഫാത്തിമയോട് സംസാരിക്കുന്ന ആ ഡയലോഗ് മാത്രം കൊണ്ട് പറഞ്ഞു. ഞാൻ കിട്ടണില്ല. യെസ്. അപ്പൊ ഫാത്തിമ ആര്യാണെങ്കിൽ എങ്ങനെ പറയും? ഫാത്തിമയോട് പിറ്റേ ദിവസം പറയുമ്പോ ഞാൻ ഇന്നലെ ജോബ് സാറിനെ കണ്ടപ്പോ ജോബ് സാറ് പറഞ്ഞു 2 മണിക്കൂറായി സാറ് എനിക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കരുത്. അങ്ങനെയല്ലേ പറയുള്ളൂ? അതെ. ആ, ഇത് തന്നെയാണ് ഇതിന്റെ അത് വന്നത്. അല്ല എനിക്ക് ഫോർ യു എന്ന് പറഞ്ഞപ്പോ നേരിട്ട് പറഞ്ഞപ്പോ പറഞ്ഞതാണ് നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ആര്യ അത് വേറെ ആളോട് പറയുമ്പോ, ഫാത്തിമിനോട് പറയുമ്പോ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു പറഞ്ഞാൽ ഫാത്തിമക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ ആയി പോവില്ലേ? അതെ, ശരിയാണ്. അത് പറയുന്നത് ഫാത്തിമ കാത്തു നിൽക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ വിചാരിക്കില്ലേ? അപ്പൊ എന്ത് പറയുന്നത്? ആര്യ പറയുമ്പോ എനിക്ക് വേണ്ടി കാത്തു നിന്നു പറയണം. പോയിന്റ്. ഓക്കെ, ശരിയാ സാർ. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതിയത്. നമ്മളൊന്ന് കൺഫ്യൂഷൻ തോന്നുന്നത് ഇംഗ്ലീഷ് ഡൗട്ട് വന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഫോറിയോ വന്നപ്പോ മാത്രമേ ഡൗട്ട് വന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഞാൻ പറയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇംഗ്ലീഷ് ഗ്രാമറിൽ കുട്ടികൾക്ക് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഇത്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെരി 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 ഈസി. ഇപ്പൊ 2 ടെൻസിന്റെ നമുക്ക് ക്ലിയർ ആയില്ലേ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. 2 ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ. അത് ക്ലിയർ ആക്കി അങ്ങനെ പോകും. ഡോണ്ട് വറി. ഇതൊക്കെ ഇനി നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനുള്ളതാണ്. യെസ്. അപ്പൊ നിങ്ങള് വളരെ നന്ദിയോടുകൂടി എന്നെ ഓർക്കും. പണ്ട് ഞാനത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ റൂട്ട് കാര്യങ്ങൾ അറിയാണ്ടൊക്കെയാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്കത് അറിയാം. ഇന്ന വിഷയം കൊണ്ടാണ് ഇതേപോലെ സംഭവിച്ചത് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പറയാൻ സാധിക്കും. യെസ്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ആൻസറുകൾ പറയുക. എല്ലാ ചോദ്യത്തിന്റെയും ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നാണ്. ഇ എന്ന് പറയുന്ന വാചകത്തിൽ ആരംഭിക്കുക. അപ്പൊ നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരാളോട് ചോദിക്കാം. അയാൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 1 മിനിറ്റ് അയാൾക്ക് കൊടുക്കുക പറയാനായിട്ട്. എന്നിട്ട് പറഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള ആർക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. യെസ്. 1 മിനിറ്റ് മാത്രമേ എനിക്ക് കൊടുക്കുക ചോദിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത് ഏതാണ്ട് ആര്യ ഫാത്തിമത്ത് വരെ വന്ന് നിൽക്കുകയാണ്. ഫാത്തിമത്ത് നേരത്തെ പറയാം. അപ്പൊ മേഘന ഒടുങ്ങി ആരംഭിക്കാനുണ്ട്. ചോദ്യം മേഘനയോടാണ്. യെസ്. വെരി വെരി സിമ്പിൾ. യെസ്. ഓക്കെ ഓക്കെ. മേഘന യു ഗെറ്റ് റെഡി. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ചോദ്യം ഇതാണ്. ഫസ്റ്റ് ലെറ്റർ ഇ. എലിഫന്റ് എന്ന് പറയുന്ന ഇ. A man who rules an empire. EMPIRE. A man who rules an empire. A man who rules an empire. EMPIRE. എംപറർ ആണോ? ക്ലിയർ ആയില്ല? എംപറർ ഇസ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ്. ഇത് കയ്യിലുണ്ടായിട്ടാണോ? എംപറർ കറക്റ്റ് ആണ്. അപ്പോ മേഘനക്ക് ഒരു പോയിന്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോദിച്ച ആള് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോയിന്റ് എഴുതാം. ഇല്ലെങ്കിൽ പാസ് ചെയ്താൽ മതി. മേഘന 1 പോയിന്റ്. ഓക്കെ ഓക്കെ. എംപറർ സാമ്രാജ്യം സ്ഥാപിക്കുന്നതാണ്. യെസ്. അടുത്ത ചോദ്യം ഗ്രീഷ്മയോടാണ്. ഗ്രീഷ്മ, ആർ യു റെഡി? ഐ തിങ്ക് യു ആർ റെഡി. ഗെറ്റ് റെഡി. യെസ് സർ. A box with nothing inside. Empty.
is a correct answer. Very good, Grishma. Grishma, you also got 1 point. Lakshmi, അടുത്ത ചോദ്യം ലക്ഷ്മിയോടാണ്. ചോദ്യം ഇതാണ്, സംതിങ് സീരിയസ്, SERIOUS, something serious and to act ACT immediately. Something serious and to act immediately. ലക്ഷ്മി പറഞ്ഞില്ല എങ്കിൽ റിൻഡിലോട്ട് വരാം. അപ്പോ റിൻഡ് ആൻസർ പറഞ്ഞു. ലക്ഷ്മി എമർജൻസി ആണ് സാർ. എമർജൻസി ആണോ എന്നല്ല, എമർജൻസി ആണ് റിൻഡ്. കറക്റ്റ് ആൻസർ എമർജൻസി. യെസ്, ഓക്കെ. അടുത്തത് സുരമ്യയോടാണ് ചോദ്യം. യെസ്, സുരമ്യ, ഗെറ്റ് റെഡി. യെസ്, ഓക്കെ. A symbol, SYMBOL, a symbol that represents something. A symbol that represents something. നോട്ടീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതൊക്കെ വരാറുണ്ട്. നോട്ടീസ്, റെസീറ്റ്, അതൊക്കെ. കൃഷ്ണ. യെസ്, അപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോ ഇറ്റ് ഈസ് ഓപ്പൺ. ആർക്കെങ്കിലും പറയാം കേട്ടോ. എംബ്ലം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, കുഴപ്പമില്ല സുരമ്യ, അടുത്ത് നമുക്ക് പിടിക്കാം. അവിടെ വരുമല്ലോ. യെസ്, സുരമ്യ ഭയങ്കര കൃഷ്ണഭക്തി എന്നുണ്ട്. ഈ എന്താണ് പറയാ, ഈ പണ്ടേ ഈ പുരാണത്തിൽ പറയുന്ന പകുതിയാണ് നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ അവസാനം മുമ്പ് പറഞ്ഞാണ്, ഈ കൗരവ സഭയിലോട്ട് പാഞ്ചാലിയെ കൊണ്ടുവന്നിട്ടേ ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാഞ്ചാലി എന്ത് ചെയ്തു? ഒരു കൈ കൊണ്ട് സാരി പിടിച്ചു, അടുത്ത കൈ മുകളിലേക്ക് കൃഷ്ണ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ കൃഷ്ണൻ വന്നില്ല. കാരണം പകുതി എന്ന് പറഞ്ഞ പോലെയാണ്. സുരമ്യ കഷ്ടകാലം വന്നപ്പോ വിളിച്ചു, കൃഷ്ണ ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, ജസ്റ്റിനോടാണ് അടുത്ത ചോദ്യം. A large, just are you ready? Just ഇല്ലേ? യെസ്, ഇപ്പൊ ജസ്റ്റിന് ഇല്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, റഷീദിലോട്ട് വരാം. റഷീദ, ആർ യു ദർ? റഷീദ, കുറച്ചേരെ ചോദ്യം കേട്ടിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ. എളുപ്പമാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാന്ന് വിചാരിക്കാൻ അല്ലേ? യെസ്, എളുപ്പമാണ്. റഷീദ, ആർ യു റെഡി? റഷീദ, അപ്പൊ ജസ്നയും റഷീദയും റഷീദ ആൻസും ഇല്ലാത്തതുകൊണ്ട് ചോദ്യം തനൂജയ്ക്ക് കൊടുക്കുകയാണ്. തനൂജ, ഓക്കെ. ചോദ്യം ഇതാണ്, വെരി സിമ്പിൾ ചോദ്യം. A large Australian bird, a large Australian bird similar to an ostrich. Ostrich ആണ് ഒട്ടകപ്പക്ഷി. Similar to an ostrich. Okay. നിങ്ങൾക്കറിയാം പേര്, കേട്ടതൊക്കെ ഉണ്ടാവും. A large Australian bird similar to an ostrich. ഈയിൽ തുടങ്ങുന്ന ഒരു പേരാണ്. സിമ്പിളാണ്. ഓക്കെ. അപ്പൊ ജെറൂഷ ഇവിടെ ടൈപ്പ് ചെയ്ത് ആൻസർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആർക്കെങ്കിലും പറയാം. യെസ്, ഓക്കെ. ഇമു ആണ് എന്റെ ആൻസർ കേട്ടോ. ഓക്കെ, ഐശ്വര്യക്കെയും അടുത്ത ചോദ്യം ഐശ്വര്യോടാണ്. യെസ്, ചോദ്യം ഇതാണ്. ദ ടൈറ്റിൽ ഓഫ് എ മുസ്ലിം റൂളർ. ദ ടൈറ്റിൽ ഓഫ് എ മുസ്ലിം റൂളർ. ഈ കുവൈറ്റ്, ഖത്തർ, അവിടെയൊക്കെയുള്ള
രാജാക്കന്മാരൊക്കെ ഇവിടെ വരുമ്പോൾ പിറ്റേ ദിവസം പേപ്പറിൽ വരുമ്പോൾ ആ പേരുണ്ടാവും. Emir. എമീർ. ആ ഓക്കെ. അമീർ എന്ന് മലയാളത്തിൽ പറയും, എമിരറ്റസ് എന്നൊക്കെ പറയില്ലേ, എമീർ. ഐശ്വര്യ കറക്റ്റ് ആൻസർ. ഐശ്വര്യ യെസ്, കറക്റ്റ് ആൻസർ ആണ് എമീർ, EMIR. ഓക്കെ, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചോദ്യം എടുത്തത് ദേവേശ്വർ. അർച്ചന ഗെറ്റടി. ചോദ്യം ഇതാണ്: എ വുമൺ ഹൂ റൂൾസ് ആൻ എംപയർ. എ വുമൺ ഹൂ റൂൾസ് ആൻ എംപയർ. എംബറർ അതല്ലെന്ന് തോന്നുന്നു. വുമൺ ആകുമ്പം പാസ് ചെയ്യാം. അപ്പൊ പാസ് ചെയ്യാൻ പറഞ്ഞാൽ ബിനിക്ക് കൊടുക്കാം. ബിനി അറിയില്ല സാർ. അറിയില്ല. അമൃത? സർ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വേണമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എ വുമൺ ഹൂ റൂൾസ്, RULES, റൂൾസ് ആൻ എംപയർ. എംപവർ അല്ലേ ഗ്രീഷ്മ? വേറൊരു പേരല്ലേ? ഞാൻ പറയട്ടെ, എംപ്രസ് ആണ്. പറയൂ. എംപ്രസ്. എംപ്രസ് കറക്റ്റ് ആണ്. എംപ്രസ് ആണ്, EMPRESS, എംപ്രസ്. അപ്പൊ അത് എംപ്രസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ദേവേശ്വരിൽ നിന്നും ബിനിയിലേക്ക് ചോദ്യം പാസ് ചെയ്ത് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ബിനിയോട് തന്നെ ചോദിക്കാം. യെസ്, ചോദ്യം ഇതാണ്: എ ഗ്രീൻ സ്റ്റോൺ. എ ഗ്രീൻ സ്റ്റോൺ, STONE, സ്റ്റോൺ. ബിനി പറഞ്ഞോളൂ. ബിനി പറഞ്ഞില്ലെങ്കിൽ അമൃത തരാം. അറിയില്ല. അമൃത പറഞ്ഞോളൂ. സർ എമറാൾഡ്. എമറാൾഡ്. ഓക്കെ ജെറൂഷ കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഈ ചില ആളുകള് ജന്മ നക്ഷത്രം അനുസരിച്ച് മോതിരത്തിൽ വെക്കുന്ന കല്ലില്ലേ, അതിൽ ഒരെണ്ണം ഈ എമറാൾഡ് ആണ്. അവർ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയണത് എമറാൾഡ്. അത് പച്ച കളറായിരിക്കും, ചിലത് നീലയായിരിക്കും. അതിന് ഓരോ ജന്മനക്ഷത്രം അനുസരിച്ച് വെക്കുന്നത് എമറാൾഡ് ആണ്. യെസ്. അടുത്തത് ജ്യോതിലക്ഷ്മി. ജ്യോതിലക്ഷ്മിയോടാണ് ചോദ്യം. Okay, sir. To pay, PAY, pay someone, to pay someone to work for you. ആ സമ്മണിനെ പറയുന്ന പേരാണ് ചോദ്യം. Employee. എംപ്ലോയി. കറക്റ്റ് ആൻസർ. യെസ്, എംപ്ലോയി. എംപ്ലോയർ അല്ല, എംപ്ലോയർ ജോലി കൊടുക്കുന്ന ആളാണ്, ജോലി ചെയ്യുന്ന ആളാണ് എംപ്ലോയി എന്ന് പറയുന്നത്. Okay, sir. യെസ്. ഞാൻ ചോദ്യത്തിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റുകയാണ്. ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരുന്നു? E ആയിരുന്നു. ഇനി ഞാൻ പറയുന്ന ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ T ആണ്. T, ടോയ്, TOY, T കേട്ടോ. ചോദ്യം ജെറൂഷയോടാണ്. ജെറൂഷ, ചോദ്യം ഇതാണ്. ഓക്കെ 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 എനിക്കറിയാം, അവിടെ ഉണ്ട്, റെഡിയാണ്. ചോദ്യം ഇതാണ്: എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. അതിനൊരു പേര് പറയും. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, ടിയിൽ തുടങ്ങുന്ന ഒരു പേര്. സർ ട്രേഡ് ആണോ? ആണോന്നല്ല, ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. ട്രേഡ് ആണ്, ട്രേഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. റോഷിനി, അടുത്ത ചോദ്യം. Yes, sir. Parallel lines. Parallel lines on which a train runs. Parallel lines on which a train runs. ഒരു മിനിറ്റ് കൊടുക്കൂ ജെറൂഷ. ട്രാക്ക് ആണോ? യെസ്. അപ്പൊ റോഷിനിയിൽ നിന്ന് ഉത്തരം ആര്യയിലോട്ട് വന്നു. നമ്മുടെ ആ ഒരു ടൈപ്പ് ചെയ്തിടും നമുക്ക് പിന്നെ അവർക്ക് തോന്നത്തില്ല, നമ്മൾ ആലോചിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേന്.
ടൈപ്പ് ചെയ്തിട്ട് നോക്കണ്ട റോഷിനി. ഇത് മനസ്സിൽ വന്നിരുന്നോ റോഷിനിക്ക്? ഈ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് കാണുമ്പോ പിന്നെ ഒന്നും ആലോചിക്കത്തില്ലല്ലോ. ശരി ശരി. അപ്പൊ റോഷിയുടെ അത് ഞാൻ ആ മനസ്സ് ഞാനിങ്ങനെ പരിഗണിച്ചിട്ട് റോഷിനിക്ക് മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. സത്യസന്ധതയ്ക്കുള്ള ഒരു അവാർഡ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ആര്യയോട് ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: എ ടെറിബിൾ TERRIBLE a terrible that causes sadness. A terrible ഒന്നുകൂടെ. A terrible TERRIB a terrible that causes CAUSES that causes sadness SADNESS. ഷേക്സ്പിയറിന്റെ നാടകങ്ങളുടെ രീതിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റില്ല. യെസ്, ഒരു മിനിറ്റ് കൊടുക്കട്ടെ ആര്യക്ക്, ഒരു മിനിറ്റ് കൊടുക്കൂ. എ ടെറിബിൾ ദാറ്റ് കോസസ് സാഡ്നെസ്. അപ്പൊ ജെറൂഷക്ക് കിട്ടിയിട്ടുണ്ട് ആൻസർ. പക്ഷെ ജെറൂഷ കിട്ടുന്നില്ല. ട്രാജഡി. ഓക്കെ ഓക്കെ, ട്രാജഡിയാണ്. കാരണം ഞാനേ ഷേക്സ്പിയറിന്റെ പേര് വെച്ച് പറഞ്ഞത് ഷേക്സ്പിയർ നാടകങ്ങൾ രണ്ടായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ഒന്ന് കോമഡി, മറ്റൊന്ന് ട്രാജഡി. യെസ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷേക്സ്പിയർ നാടകങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടുമെന്ന്. ട്രാജഡി. യെസ്. അടുത്തത് ആർക്കാണ്? ഗ്രീഷ്മ. ചോദ്യം ഇതാണ്: എ ടെമ്പററി മെന്റൽ കണ്ടീഷൻ in which someone is not in the control of themselves. A temporary mental condition in which someone is not in the control of themselves. Trauma, sir. Trauma. Yes. Trauma. Trance. Okay. ഗ്രീഷ്മ നേരത്തെ വന്നിട്ടില്ല അല്ലെ? വന്നിട്ടുണ്ട്. ഓക്കെ. യെസ്, റിൻഡ. അടുത്ത ചോദ്യം ഇതാണ്: an object which allows ALLOWS, an object which allows light to pass through it completely. An object which allows light to pass through it completely. ട്രാൻസ്പാരന്റ് ആണോ എന്നല്ല, ട്രാൻസ്പാരന്റ് ആണ്. കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം സുരമ്യയോടാണ്. ചോദ്യം ഇതാണ്: എ പ്ലേസ് a place where a king stores his wealth. A place where a king stores his wealth. അതിലൊരു ആ പേരിൽ ഒരു ഗവൺമെന്റ് ഓഫീസ് ഉണ്ട്. ആലോചിച്ചു, ആ പേരിൽ ഒരു ഗവൺമെന്റ് ഓഫീസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ടി അല്ലേ? ആ, ടി ആണ്. പറഞ്ഞോട്ടെ? എന്നാ കൊടുക്കട്ടെ സുരമ്യ. ഓക്കെ സർ, ഞാൻ വേറെ പണിയിലായിരുന്നു, അതുകൊണ്ടായിരുന്നു. പറഞ്ഞോളൂ ഐശ്വര്യ. ട്രഷറി. ഖജനാവ് എന്ന് പറയില്ലേ, ആ വേടാണ്. അവിടെയാണല്ലോ പേരത്തൊക്കെ കുട്ടിയോടെ. അപ്പൊ ഇനിയും ചോദ്യങ്ങളുണ്ട്, പക്ഷെ സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഞാൻ പറയാം: മേഘന 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഐശ്വര്യ 1 പോയിന്റ് കിട്ടി. അവരോടൊപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അവരുടെ കുറ്റം പറയാൻ പറ്റില്ല. അമൃത 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ജ്യോതി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ജെറൂഷ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, റോഷിനി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അല്ല, മേഘനക്ക് 2 പ്രാവശ്യം ചോദിച്ചല്ലേ? മേഘനക്ക് 2 പോയിന്റ് ആണ്, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. മേഘനക്ക്
2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മേഹന് 2 പോയിന്റ്. യെസ്. ഇനി ഗ്രീഷ്മക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. റിൻഡക്കും കൂടി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നു. സൈൻ ഓഫ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. Thank you, sir. Okay, let us close. Okay. Thank you, sir. We will meet on Friday. Thank you, sir. Okay. Thank you, sir. Okay, sir. Thank you. Okay. Thank you, sir. Okay. Welcome. എന്നും ഞാൻ വളരെ